ഈ കല്ലറ പൊളിക്കണമെന്നുള്ള ആഗ്രഹം ആർക്കാണ്? എതിരാരാണ്? ആ എതിരാളി നേരെ ഒന്നുകിൽ സംഘടന അറിയിക്കണം, അല്ലെങ്കിൽ പിന്നെ അതിന്റെ നേതാക്കളെ അറിയിക്കണം. ജന്മാതീതമായി ഞങ്ങൾ ആചരിക്കുന്ന ഒരു ആചാര സ്ഥലം ഇങ്ങനെ വന്ന് പൊളിക്കാനുള്ള അധികാരം ആരാണ് തന്നത്? ആ പേപ്പർ എനിക്കൊന്ന് തരണം. സെക്രട്ടറി തരട്ടെ, അല്ലെങ്കിൽ പോലീസ് തരട്ടെ, അല്ലെങ്കിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന കളക്ടർ തരട്ടെ. ഇതിനൊരു ഓർഡർ ഇട്ട ആരാണെന്ന് അറിയണം. ആവശ്യമില്ലാതെ ജനങ്ങളെ കൂട്ടി തങ്ങളടിപ്പിച്ച് അനീതി കാണിക്കാനുള്ളതായ പ്രവണത കാണിക്കാൻ, ഈ കല്ലറ പൊളിക്കാനുള്ളതായ ആവശ്യം എന്താണ്? അദ്ദേഹം സമാധിയായ ഒരു സമാധിപ്പുര, എങ്കിൽ 1000 ലക്ഷം സമാധിപ്പുരയുണ്ട്, പൊളിക്കാൻ നിങ്ങൾക്ക് ഓർഡർ ഉണ്ടോ? ഹിന്ദു ആചാരത്തിനെ അവഗണിച്ചുകൊണ്ട് അപ്രതീക്ഷമായി ഈ കോലാഹലം സൃഷ്ടിക്കുന്ന നേതാക്കൾ ആരാണ്? ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണ്? നമ്മുടെ നേരെ വരണം, വന്നിട്ട് നേരിൽ ചർച്ച ചെയ്യാം. ചർച്ചയിൽ കൂടിയല്ലേ ഒന്ന് ചെയ്യാൻ ഒക്കുള്ളൂ. അധികാരമില്ലേ? ഇന്ത്യൻ പൗരന് ഒരു പൗരത്വമില്ലേ? അങ്ങനെ പൊളിക്കാൻ ധൈര്യമുള്ള ഒരു വ്യക്തിയുണ്ടെങ്കിൽ ഇപ്പൊ വന്ന് പൊളിക്കണം. കളക്ടർക്ക് ആരാണ് ഓർഡർ കൊടുത്തു? നമ്മളെപ്പോലെ മനുഷ്യൻ തന്നെ. ജീവഹാനി ഉണ്ടാക്കാനും, ലഹള ഉണ്ടാക്കാനും, കുരുതി ഉണ്ടാക്കാനും, രക്തപ്രളയം കാണാൻ വേണ്ടി ഇതാരാണ് ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട അന്തിമമായ തീരുമാനം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ കൈക്കൊള്ളും. പക്ഷേ നിയമ നടപടി എടുക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. പരിശോധനയ്ക്കിടെ എതിരെ രംഗത്ത് എത്തിയിരിക്കുകയാണ്. പക്ഷേ നാട്ടുകാരിൽ ഒരു വിഭാഗമാണ് ഇത് തുടർന്ന് പരിശോധിക്കണം. ഈ രംഗത്തെത്തുന്നത് ഒരു ക്രമസമാധാന പ്രശ്നമായി ഉയരാതെ പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് നേരിടുന്ന വെല്ലുവിളിക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സ്ഥലം പൊളിച്ച് പരിശോധിക്കുന്ന തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് തന്നെ ജില്ലാ ഭരണകൂടം കടന്നേക്കും എന്ന സൂചനയുമായി ബന്ധപ്പെട്ട പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ സമാധി സ്ഥലം പൊളിച്ചുള്ള ഒരു പരിശോധനയിലേക്ക് വിവാദങ്ങൾ ഒരുപാട് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു കടക്കാത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സബ് കളക്ടറും അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുമായി സർക്കാരിന്റെ പ്രതിനിധികളുമായൊക്കെ ചർച്ച നടത്തുകയാണ്. അവർ എടുക്കുന്ന തീരുമാനത്തിന്റെയും നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. ഈ സമാധി ഇരുത്തിയിരിക്കുന്ന സ്ഥലം, ഗോപൻ സ്വാമിയെ സമാധി ഇരുത്തിയിരിക്കുന്ന സ്ഥലം, അതുമായി ബന്ധപ്പെട്ട ജീവനാശത്തിനെ തിരിച്ചുണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന അടിയന്തര പ്രമേഹമുണ്ടാക്കിക്കൊണ്ടുവന്ന വ്യക്തി ആരാണ്? മഞ്ജുഷ്, ഇതിനോടകം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് ഒരു 200 മീറ്റർ അപ്പുറത്ത് നാട്ടുകാരും ബന്ധുക്കളുമൊക്കെയായി വാക്ക് തർക്കമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ മാധ്യമങ്ങൾ കൂടി അവിടേക്ക് എത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ അത് തീർച്ചയായിട്ടും അവിടെ ഒരു ക്രമസമാധാന പ്രശ്നമായി മാറും. പോലീസ് ഉദ്യോഗസ്ഥർ പണിപ്പെട്ടാണ് ഈ വാക്ക് തർക്കത്തിൽ കയ്യാങ്കളിയിലേക്ക് മാറാതെ അവിടെ നിന്ന് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാധി സ്ഥലത്തിനടുത്ത് പ്രതിനിധികൾ മുദ്രാവാക്യം മുഴക്കി തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് കടന്നാൽ അത് കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുമെന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ കൂടി അനുമതി ലഭിച്ചതിന് ശേഷം മാത്രം അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടന്നാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസും ജില്ലാ ഭരണകൂടവും എത്തിയിരിക്കുന്നത്. കാത്തിരിക്കുകയാണ് അവർ. കൃത്യമായൊരു നിർദ്ദേശം അത് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതിന് വേണ്ടി ആ നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ ഇത് ഒളിച്ചുള്ള പരിശോധനകളിലേക്ക് കടക്കത്തുള്ളൂ. ഇതൊരു ക്രമസമാധാന പ്രശ്നമായി വരാനുള്ള ഒരു ആശങ്ക കണക്കിലെടുത്തുകൊണ്ടാണ് അടിയന്തരമായ ഹിന്ദു സമൂഹം ഒന്നാണ്, ഹിന്ദു സമൂഹം ഒന്നാണ്, 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 ഹിന്ദു സമൂഹം ഒന്നാണ്, ഹിന്ദു സമൂഹം ഒന്നാണ്, 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 BSTP നേതാവ് ഹിന്ദു സമൂഹം ഒന്നാണ്, ഹിന്ദു സമൂഹം ഒന്നാണ്, ഹിന്ദു സമൂഹം ഒന്നാണ്,
സമ്മതിക്കുന്നു. പക്ഷെ നോട്ടീസ് കൊടുക്കണം. ആ സ്ത്രീക്ക് ഓം നമഃശിവായ പറഞ്ഞിട്ട് 24 മണിക്കൂറോ 48 മണിക്കൂറോ വെച്ചൊരു നോട്ടീസ് കൊടുക്കണം. കാര്യം ഇത് അടക്കിയതല്ലല്ലോ, ഇത് അവര് സമാധി എടുത്തിരിക്കുകയാണ്. അതിന് ഒരു പൗത്രത ഈ നാട്ടിലുണ്ട്. അത് ചില ആളുകൾക്ക് വേണ്ടി അത് ലഭിക്കും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഉയർന്നു. അതായത് മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 2 ദിവസം ഇതിനകത്തിരിക്കുന്ന പോലീസ് കിട്ടുന്ന മതി. സുമാരക്കുറിപ്പിന് ഇതുവരെ കിട്ടിയില്ല. വാൻ മിസ്സിംഗ് ആണ്, അത് ഇതുവരെ കിട്ടിയില്ലല്ലോ. ഇത് ഇതിനകത്തുണ്ട്. 4 പോലീസുകാർ അവിടെ ആ തള്ള പാവപ്പെട്ട നമ്മ ഓം നമഃശിവായ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയ്ക്ക് ഒരു നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ഈ സംഘടനയുടെ പ്രതിനിധികളുമായി ഇപ്പോൾ സംസാരിക്കും. അവിടെ ഒരു അതിനെ നീക്കം ഉരുത്തിരിയാനാണ് സാധ്യത. പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ മകന്റെ അടക്കമുള്ള കൺസേൺ നമ്മൾ എന്താണോ മുന്നോട്ട് വെച്ചത്, കുടുംബത്തിന്റെ കൺസേൺ, കുടുംബത്തിന് ഇന്നേ വരെയായിട്ട് ഒരു നോട്ടീസ് കൊടുത്തിട്ടില്ല, കുടുംബത്തിന്റെ ഭാഗം ഒരു പോലീസ് അധികൃതരെ കേട്ടിട്ടില്ല എന്നുള്ള കൺസേൺ നമ്മൾ ബഹുമാനപ്പെട്ട RDയോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിന്റെ ഭാഗമായിട്ട് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷൻ കൗൺസിലറും അതുപോലെ തന്നെ DYSPയുടെ ഒക്കെ സാന്നിധ്യത്തിൽ ഒരു ടെൻഷൻ ബിൽഡപ്പ് ആവുന്നതുകൊണ്ട് എല്ലാവരോടും സംസാരിക്കാൻ വേണ്ടി തൽക്കാലം നമ്മൾ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പം ആ സമയത്ത് നമ്മൾ ഒഫീഷ്യലി ചെയ്യാനുള്ള ഓർഡറിന്റെ കോപ്പി കൂടി നമ്മൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നിയമപരമായിട്ട് ചെയ്യണം തന്നെയാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് എന്താണ് നമ്മുടെ പോലീസിന്റെ ഇൻഡിപെൻഡന്റ് എൻക്വയറിയുടെ ബേസിസിലാണ്, അല്ലാതെ നമ്മുടെ മറ്റ് ആൾക്കാരുടെ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ മറ്റ് മതപരമായ കാര്യങ്ങളോ ഒന്നും അടിസ്ഥാനത്തിലല്ല. പ്യൂർലി നിയമപരമായിട്ടുള്ള പ്രൊസീജിയർ പാർട്ട് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു എല്ലാവരുടെ റാങ്കും കൂടി ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. അതിനുശേഷം കാര്യങ്ങൾ അറിയിക്കും. അതുവരെ ഒന്നും ചെയ്യില്ല. അതിന് നമുക്ക് ബാക്കി കാര്യങ്ങൾ കുറച്ച് അറേഞ്ച്മെന്റ്സും കൂടി ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതെന്തായാലും കണ്ടിന്യൂ ചെയ്യും. വിജയണ്ണ ഉണ്ടാക്കിയ 2 ആളുകളെയും ഈ സംഭവം അവിടെ നിന്ന് ഞാൻ 100 പ്രാവശ്യം വിളിച്ചത് ഏറ്റവും ഉണ്ടാക്കിയത്. അപ്പൊ എല്ലാം കൂടെ നിരന്ന് പോവുകയായിരുന്നു. ഞാൻ കയറിയിട്ട് ഞാൻ ഗേറ്റിനകത്താ നിന്ന്
അതിൽ പോകില്ല അങ്ങനത്തെ എന്നുള്ള സാഹചര്യം വന്നപ്പോഴാണ് ഈ ഒരു തീരുമാനം സർക്കാർ എടുത്തത്. അങ്ങോട്ട് അവന്മാരപ്പുറത്ത്